ഞാനിന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സംഭവ ബഹുലമായിട്ടുള്ളൊരു കുട്ടിക്കാലമായിരുന്നു. ഞാൻ ഒരു കുറുമ്പി പെണ്ണായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 2 മക്കളിൽ ഒരാളായിരുന്നു ഞാൻ. ഇളയാളായിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ മൂത്തത് ചേട്ടനും കൂടി ആയിരുന്നത് കൊണ്ട് എനിക്ക് ലേശം പുന്നാരമൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരിൽ നിന്ന് കുറുമ്പ് കാണിച്ച് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ആൾക്കാരുടെ ജനലിലേക്ക് കല്ലെറിയുക, ആൾക്കാരുടെ ചെടികളിൽ നിൽക്കുന്ന റോസാപ്പൂക്കളൊക്കെ പിച്ചിപ്പറിച്ചു ഓടുക, അവരുടെ ചെടിച്ചട്ടികൾ തല്ലി പൊട്ടിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്നാ വലിയ വലിയ കുറുമ്പുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അതെ, എന്താ ഇത്ര ചിരിക്കാൻ? എന്നെക്കാളും വേന്ദ്രന്മാരായിരുന്നു നിങ്ങളെന്നുള്ളതേ എനിക്കറിയാട്ടോ. നാളെ എല്ലാവരുടെയും മെയിൽ വരുമല്ലോ, അപ്പം അറിയാം എന്നെക്കാളും വലിയ വില്ലന്മാരാരൊക്കെയാണ്, വില്ലത്തികൾ ആരൊക്കെയാണെന്നൊക്കെ. ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിക്കാനേ. അപ്പോൾ ആ പശുവിനെ കൊണ്ടുപോകുന്ന ആൻറ്റി എന്നോട് ചോദിച്ചു, എന്താ മോളെ ഇന്ന് സ്കൂളില്ലേന്ന്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാനും കൂടെ പോന്നോട്ടെ പശുവിനെ തീറ്റിക്കാൻ എന്ന് പറഞ്ഞു. പരിചയമുള്ള ആൻറ്റിയാണ്, അച്ഛനും അമ്മയ്ക്കുമൊക്കെ നന്ദി അറിയാം. തൊട്ടടുത്തതല്ലെങ്കിലും അയൽപ്പക്കത്തുകാരി എന്നും പറയാം. അമ്മയോട് ഞാൻ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ ആൻറ്റിയോടൊപ്പം പശുവിനെ തീറ്റിക്കാൻ പോവാട്ടോ. അമ്മ അത്രയും നേരമെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആ പൊക്കോ എന്ന് പറഞ്ഞു. അതിനു മുന്നേ തന്നെ ഞാൻ ആൻറ്റിയോടൊപ്പം കുറേ ഭാഗം നടന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാനും ആൻറ്റിയും കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോവായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു പട്ടി ആ അതവിടെ കിടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു കാര്യമില്ലാണ്ട് അവിടെ കിടന്നൊരു കല്ലെടുത്ത് ആ പട്ടിയെ ഒരൊറ്റ ഏറ് ഞാൻ. പട്ടിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഉറക്കത്തിൽ വന്ന് വീണതല്ലേ, വല്ല ഉൽക്കയും വന്ന് വീണതായിരിക്കും എന്നായിരിക്കും പട്ടി ചിന്തിച്ചത്. പട്ടി ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ നന്ദിനി പശുവിനെയാ. ആഹാ, എന്നെ കല്ലെറിയാൻ മാത്രം നീ വളർന്നു നന്ദിനി പശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ചാട്ടം പശുവിൻ്റെ നേരെ നമ്മുടെ പട്ടി. എന്താ സംഭവിച്ചതെന്ന് കുറച്ചു നേരത്തേക്കും മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോൾ ഞാനൊരു മരത്തിൻ്റെ അടിയിലിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന ആൻറ്റിയെ കാണുന്നില്ല. നന്ദിനി പശുവാണെങ്കിൽ ഓടടാ ഓട്ടം. ഇതെന്താ ഇപ്പോൾ കഥ എന്നുള്ള രീതിയിൽ ഏറുകൊണ്ട പട്ടി നിന്നെടുത്ത് തന്നെ നിൽക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് ഇക്കാലം അത്രയും ചിന്തിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്തേലും ആവട്ടെ. ആൻറ്റി ആൻറ്റി എന്ന് ഞാൻ വിളിച്ചപ്പോൾ ധൈര്യശാലി അത് തോന്നിക്കുന്ന വിധം ആൻറ്റി പറഞ്ഞു, ഞാൻ മോളെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. എവിടെയായിരുന്നു കുട്ടി എന്ന് ചോദിച്ചു. അല്ലാണ്ട് ആൻറ്റി പേടിച്ച് മരത്തിൽ കയറിയതാണെന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ നന്ദിനി പശു ഇവിടെ, നന്ദിനി പശു പേടിച്ച് പോയി കാണും എന്ന് പറഞ്ഞ് ആൻറ്റി വലിയ ധൈര്യശാലിയായി എന്നെയും കൈ പിടിച്ച് നന്ദിനി പശുവിനെ അന്വേഷിച്ച് പോയി. അങ്ങനെ ഞാനും ആൻറ്റി നന്ദിനി പശുവിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ദേ നിൽക്കണോ നന്ദിനി പശു. വേറെ കുറേ പശുക്കളും ഉണ്ട്. പുല്ല് തിന്നാൻ വന്നതേ. ആ പശുക്കളോടൊക്കെ തല കുലുക്കി നന്ദിനി പശു ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ പശുക്കളൊക്കെ എന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇവളാ കേമി, ഇവളാ ആ പട്ടിയോട് വേണ്ടാത്തത് കാണിച്ചതും എന്നിട്ട് പശു എന്നെ തെറ്റിദ്ധരിച്ചതും. അതുകൊണ്ട് ഇവളെ ഓടിച്ചിട്ട് കുത്തണം എന്നെങ്ങാനും ആണോ നമ്മുടെ നന്ദിനി പശു
പ്രാവശ്യം അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞതൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ അവിടെ നിൽക്കുന്നത് റിസ്ക് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ 100 ഞാനങ്ങ് തിരിഞ്ഞോടി. എന്തിനാ നമ്മൾ വെറുതെ പശുക്കൾക്കൊക്കെ പണിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇല്ലേ? എന്താ ചിരിച്ചതെന്നല്ലേ? നമ്മുടെ ലൈഫേ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫാണ്. അതിൻ്റെ ഇടയിൽ ഇതൊരു ചളിയായിട്ടും പൊട്ടത്തരമായിട്ടുമൊക്കെ അല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ശരിയാ. പക്ഷേ ഈ പൊട്ടത്തരം ചളിയൊക്കെ ആയിരുന്നു പണ്ടത്തെ നമ്മുടെ വലിയ തമാശകളും നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആശ്വാസങ്ങളും. അതേ, നമ്മുടെ പ്രൊഫഷൻസൊക്കെ മാറ്റിവെച്ച് ഗമയൊക്കെ മാറ്റിവെച്ച് എൻ്റെ ഈ ചളികളൊക്കെ കുറച്ച് കേട്ടോളൂ കേട്ടോ. അപ്പോഴേ കാറൊക്കെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം 2 വീലറൊക്കെ ഓടിച്ച് പോകുമ്പം ഈ പൊട്ടിപ്പെണ്ണിനെ ഓർമ്മ വരും. അപ്പോൾ ഒരു സമാധാനവും ഒരു സന്തോഷവും കിട്ടും. എന്തുകൊണ്ടെന്നല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലാരും ഇത്രയും പൊട്ടിയായിട്ടൊരു പെൺകുട്ടി ഇല്ലല്ലോ എന്നാലോചിച്ചിട്ട്. അയ്യടാ, കേട്ടപ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ജീവിതം. എത്രയൊക്കെ ഗമ കാണിച്ചാലും എത്രയൊക്കെ സ്റ്റൈലിഷ് ലൈഫ് ഫോളോ ചെയ്താലും നമ്മളെല്ലാവരും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ തിരിച്ചു പോകുന്നൊരു കാലമുണ്ട്, നമ്മുടെ കുട്ടിക്കാലം. പണവും ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും ഒന്നുമില്ലാതിരുന്ന ആ പഴയ കുട്ടിക്കാലം. അവിടുത്തെ ഓർമ്മകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരിക. അതോടൊപ്പം തന്നെ ഒരു 20 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന നമ്മുടെ മഞ്ഞ് പോലെയുള്ള പ്രണയങ്ങളും ആ പ്രണയങ്ങൾ നമ്മളെ വളർത്തിയ വഴികളും നടന്നു പോയ ആ കുഞ്ഞു കുഞ്ഞിടവഴികളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തിരികെ തരാം കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്താണ് എന്നെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഓരോ ദിവസവും എനിക്ക് മെയിൽ ചെയ്യണം. ഗുഡ് നൈറ്റ്.